The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. हरि ओम नमस्ते संस्कृतकक्षायां सर्वेभ्यः सुस्वागतम् विवेकचूडामणिः इति शङ्कराचार्येण विरचितस्य प्रकरणग्रन्थस्य कांश्चन श्लोकान् पठन्तः आस्म। अद्य तत्र पाठभागे विद्यमानः चतुर्थः श्लोकः अस्माभिः अधीयते। ഇന്ന് നമ്മൾ വിവേകചൂടാമണിയുമായി ബന്ധപ്പെട്ട ഈ പാഠഭാഗത്തിലെ എന്താണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്? തത്വാമൃത ബിന്ദവഃ എന്ന ഈ പാഠഭാഗത്തിലെ നമ്മുടെ നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. നാലാമത്തെ ശ്ലോകം എന്താണ്? ശബ്ദാദിഭിഃ പഞ്ചപിരേവ പഞ്ച പഞ്ചത്വമാപു സ്വഗുണേന ബദ്ധാഃ. ശബ്ദാദിഭിഃ പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാപു സ്വഗുണേന ബദ്ധാഃ. കുരങ്ക മാതംഗ പതംഗ മീനഭൃംഗാഃ നരഃ പഞ്ചഭിരഞ്ജിതഃ കിം. ശബ്ദാദിഭിഃ പഞ്ചപിരേവ പഞ്ച പഞ്ചത്വമാപു സ്വഗുണേന ബദ്ധാഃ. കുരങ്ക മാതംഗ പതംഗ മീനഭൃംഗാഃ നരഃ പഞ്ചഭിരഞ്ജിതഃ കിം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്നായിട്ട് മനുഷ്യൻ്റെ ദുഃഖങ്ങളെ നിവാരണം ചെയ്യുന്നതിന് മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ എന്നും താൻ ചെയ്യേണ്ടുന്നതാകുന്ന ധർമ്മത്തെ ചെയ്യാതെ ഒരു മനുഷ്യന് താൻ എന്തെങ്കിലും ഒന്ന് നേടി എന്ന് വെറുതെ പൊങ്ങച്ചം പറയാൻ കഴിയില്ല എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇവിടെ മനുഷ്യൻ്റെ സർവനാശത്തിനുള്ള കാരണം എന്ത് എന്നാണ് പറഞ്ഞിരുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പം നമുക്ക് ഡെഡ്ലി ഡിസീസസ് ധാരാളം നമ്മുടെ ലോകത്ത് കാണാറുണ്ട് അല്ലേ? ആൾക്കാരെ കൊല്ലുന്ന രോഗങ്ങൾ, മാരക രോഗങ്ങൾ എന്ന് പറയും. മാരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ ശേഷിയുള്ളതെന്ന് അർത്ഥം. അപ്പോൾ കൊല്ലാൻ ശേഷിയുള്ള ധാരാളം രോഗങ്ങളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു രോഗം വന്നാൽ തന്നെ നമ്മുടെ കാര്യം ഏതാണ്ട് തീരുമാനവും. അങ്ങനെ ഇരിക്കെ നമ്മളെ കൊല്ലാൻ പോകുന്ന ഒരു 5 രോഗം ഒന്നിച്ചൊരു ശരീരത്തിൽ വരികയാണെങ്കിലോ? മനുഷ്യനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു രോഗം മതി മനുഷ്യനെ തീരുമാനാക്കാൻ. അങ്ങനെയുള്ളപ്പോൾ 5 രോഗങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നാലോ, അല്ലെങ്കിൽ 5-ൽ കൂടുതൽ രോഗങ്ങൾ വന്നാലോ? വളരെ എളുപ്പമായിരിക്കും അല്ലേ? അതുപോലൊരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ലോകത്ത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആസക്തിയുള്ളവരായിക്കൊണ്ട് ഓരോ കാറ്റഗറിയിലുള്ള ജന്തുജാലങ്ങളും നശിച്ചു പോകുന്നു, അവർ വേദന അനുഭവിക്കുന്നു. എന്നാൽ ഈ എല്ലാ ആസക്തിയുള്ള മനുഷ്യൻ്റെ കാര്യം എന്താ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യനുള്ളൊരാശയം. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം വിശകലനം ചെയ്യാം. ശബ്ദാദിഭിഃ പഞ്ചഭിരേവ പഞ്ച. പഞ്ചഭിരേവ എങ്ങനെ പദം പിരിക്കണം? പഞ്ചഭിഃ ഏവ പഞ്ചഭിരേവ. പഞ്ചത്വമാപുഃ. പഞ്ചത്വമാപുഃ. പഞ്ചത്വം ആപുഃ. പഞ്ചത്വമാപുഃ. സ്വഗുണേന ബദ്ധാഃ. കുരങ്ക മാതംഗ പതംഗ മീനഭൃംഗാഃ ഒറ്റ പദമാണ്. നരഃ പഞ്ചഭിരഞ്ജിതഃ കിം. പഞ്ചഭിരഞ്ജിതഃ കിം സാമാന്യം നമ്മൾ ആദ്യം കണ്ട അതേപോലെ തന്നെയാണ്. പഞ്ചഭിഃ അഞ്ജിതഃ. വിസർഗാനന്തരം സ്വരാക്ഷരം വരുന്ന സ്ഥലത്ത് അവിടെ രേഫത്തിൻ്റെ ര എന്ന അക്ഷരത്തിൻ്റെ ആദേശം വരികയും അതിലൂടെ രേ അല്ലെങ്കിൽ ര രീ എന്നുള്ള തരത്തിൽ ര എന്ന അക്ഷരം അവിടെ വന്ന് ചേരുന്ന സന്ധിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പഞ്ചഭിരഞ്ജിത എന്നുള്ളതിനെ പഞ്ചഭിഃ അഞ്ജിത പഞ്ചഭിരഞ്ജിത എന്ന് പിടിക്കാം. പഞ്ചഭിഃ അഞ്ജിത കിം. അപ്പം അന്വയം എങ്ങനെയാണ് വരുന്നത്? ശബ്ദാദിഭിഃ പഞ്ചഭിഃ ഏവ കുരങ്ക മാതംഗ പതംഗ മീനഭൃംഗാഃ പഞ്ച സ്വഗുണേന ബദ്ധാഃ
പഞ്ചത്വം ആപുഹു പഞ്ചഭിഃ അഞ്ജിതഃ നരഃ കിം പുനഃ. ഈ ശ്ലോകം കേൾക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ത്രീ കിങ്സിലെ ഒരു ആ ഒരു സീനില്ലേ, സുരാജ് വെഞ്ഞാറമൂട് ജയിലിൽ ട്രാപ്പഡായിട്ട് അദ്ദേഹം അപ്പുറത്തെ ജയിൽ മുറിയിൽ നിന്നൊരു ശ്ലോകം കേൾക്കില്ലേ, അയ്യൊന്നു മഞ്ചു മുതലായി കൊഞ്ചു, അങ്ങനെ ഒരു ശ്ലോകം കേൾക്കും. ഇതും അതുപോലെയല്ലേ, ശബ്ദാദിഭിഃ പഞ്ചഭിരേവ പഞ്ചപഞ്ചത്വമാപു സ്വഗുണേന ബദ്ധാഃ എന്ന് പറഞ്ഞ് അതേപോലെ പഞ്ചഞ്ചഞ്ച എന്ന് തോന്നുന്നില്ലേ. ശബ്ദാദിഭിഃ ശബ്ദം മുതലായിരിക്കുന്നവയാകുന്ന പഞ്ചഭിഃ 5 ഗുണങ്ങളെ കൊണ്ട് 5 സാധനങ്ങളെ കൊണ്ട് കുരങ്ക മാതങ്ക പതംഗ മീന ഭൃംഗാഹ ഈ പറയുന്ന ജീവികളെല്ലാം, ഈ പറയുന്ന 5 ജീവികളും സ്വഗുണേന ബദ്ധാഹ സ്വന്തം ഗുണങ്ങളോടൊപ്പം ആസക്തിയുള്ളവരായി തീർന്നിട്ട് പഞ്ചത്വം ആപുഹു മരിച്ചു പോയിരിക്കുന്നു. പഞ്ചഭിഃ അഞ്ജിതഃ നരഃ കിം പുനഃ ഈ 5 ഗുണങ്ങളുള്ള മനുഷ്യൻ്റെ കാര്യമോ ഇത്രയേ ഉള്ളൂ ശ്ലോകം. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, അപ്പം ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. മനസ്സിലായില്ല അല്ലേ? അപ്പം നമുക്ക് വീണ്ടും ഈ ശ്ലോകം തന്നെ പറയാം. ശബ്ദാദിഭിഃ ശബ്ദം മുതലായവയായിരിക്കുന്ന പഞ്ചഭിഃ 5 കാര്യങ്ങളെ കൊണ്ട്. ശബ്ദം എന്താ? വാട്ട് ഈസ് സൗണ്ട്? സിൻസ് വി ആർ ഫീലിംഗ് ഇറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് അവർ ബർത്ത്, വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സൗണ്ട്. സൗണ്ട് എന്ന് പറയുന്ന സാധനം ഉണ്ട് അല്ലേ, ചെവിക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന, ചെവിക്ക് മാത്രം റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഈ ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നു, എന്താണോ കേൾക്കുന്നത് ശബ്ദം അല്ലേ. ഇതുപോലെ എന്തൊക്കെ സാധനങ്ങൾ മറ്റ് റിസീവിങ് ഐറ്റംസ് ഉണ്ട്? നമുക്ക് രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഏത് കാര്യത്തിൻ്റെയും രൂപം മനസ്സിലാക്കാൻ പറ്റും, ശബ്ദം രൂപം മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്താ? രസം രുചി മനസ്സിലാക്കാൻ പറ്റും, മണം മനസ്സിലാക്കാൻ പറ്റും, സ്പർശം മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ 5 കാര്യങ്ങളെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും. 5 കാര്യങ്ങളെ മനുഷ്യന് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. എന്തൊക്കെയാണ്? ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം. ഈ 5 കാര്യങ്ങളെ മനുഷ്യൻ ഏത് അവയവങ്ങളിലൂടെയാണ് അകത്തേക്ക് എടുക്കുന്നത്? ആ അവയവങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? പഞ്ച ഇന്ദ്രിയങ്ങൾ എന്ന് വിളിക്കും. 5 ഇന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ് എന്ന് പറയും അല്ലേ. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും 5 തരത്തിലുള്ള സെൻസസിനെ, 5 തരത്തിലുള്ള അറിവുകളെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ 5 തരത്തിലുള്ള അറിവുകളാൽ, ശബ്ദം മുതലായവയാൽ എന്നതിലൂടെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 വസ്തുക്കളാലും ഏതൈഹി പഞ്ചഭിഃ ശബ്ദാദികളായിരിക്കുന്ന ഈ പഞ്ചഭിഃ ഈ 5 എണ്ണത്തിനെ കൊണ്ടുമാണ് കുരങ്കഃ മാതംഗഃ പതംഗഃ മീനഃ ഭൃംഗഃ ഈ 5 ജീവികളും നശിച്ചു പോയിട്ടുള്ളത്. കുരങ്കഃ എന്ന് വെച്ചാൽ എന്താ? കുരങ്കഃ കേൾക്കുമ്പോൾ തന്നെ ഏത് ജീവിനെ ഓർമ്മ വരുന്നേ? ആ ജീവിയല്ല, മാനാണ് കുരങ്കഃ എന്ന് പറയാം. ഓക്കെ, മാനാണ് കുരങ്കഃ. എന്ത് ഏർപ്പാടല്ലേ, കുരങ്കഃ എന്ന് പറഞ്ഞിട്ട് മാനാന്ന്. ശരി പോട്ടെ, കുരങ്കഃ എന്ന് വെച്ചാൽ മാനാണ്. അപ്പോൾ മാനിന് ശബ്ദം കാരണം നാശം. മാതംഗഃ ആനയാണ്, ആനയ്ക്ക് സ്പർശം കാരണം നാശം. പതംഗഃ പാറ്റ, ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഇയാമ്പാറ്റയില്ലേ, ആ ഇയാമ്പാറ്റയാണ് പതംഗഃ. സാമാന്യനർത്ഥം പറയുമ്പോൾ ചിറക് വെച്ച് പക്ഷിയല്ലാതെ പറക്കുന്ന എല്ലാം വരും. അപ്പോൾ പക്ഷിയും വരും, പറക്കുന്നതെല്ലാം എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ ഇയാമ്പാറ്റ. മീനഃ മീൻ. അപ്പം പതംഗത്തിന് രൂപം കൊണ്ട് നാശം, മീനിന് രസം രുചി കൊണ്ട് നാശം, ഭൃംഗഃ വണ്ടിന് മണം കൊണ്ട് നാശം. കുരങ്കഃ മാന് ശബ്ദം കൊണ്ട് നശിക്കുന്നു. മാതംഗഃ ആന സ്പർശം കൊണ്ട് വേദന അനുഭവിക്കുന്നു. പതംഗഃ ഇയാമ്പാറ്റയ്ക്ക് രൂപം കൊണ്ട് നാശം സംഭവിക്കുന്നു. മീനഃ അതിന് രുചി കൊണ്ട് നാശം സംഭവിക്കുന്നു. ഭൃംഗഃ എന്നതിന്, അതായത് വണ്ടിന് ഗന്ധം കൊണ്ട് നാശം സംഭവിക്കുന്നു. എങ്ങനെ ഇപ്പോൾ സംഭവിക്കണേ എന്നാണെങ്കിൽ ആ അടുത്ത വരി കൂടി പറഞ്ഞിട്ട് നമുക്കത് വിശദമായിട്ട് പറയാം. കുരങ്ക മാതംഗ പതംഗ മീന ഭൃംഗാഹ പഞ്ച ഈ 5 ജീവികളും സ്വഗുണേന ബദ്ധാഹ സ്വന്തം ഗുണങ്ങളെ കൊണ്ട് ആസക്തിയുള്ളവരായി തീർന്നിട്ട്, ഏകൈകേന ആത്മനിഷ്ഠേന ഗുണേന സക്താഹ ഇവർക്കൊക്കെ ഒരു ആത്മനിഷ്ഠമായ ഗുണമുണ്ട്, അവരുടെ ഉള്ളിലൊരു ഗുണമുണ്ട്. എന്താണ്? അതാണ് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞു മാന് ശബ്ദം കൊണ്ട് നശിക്കുന്നു അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ മാനുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് നാട്ടിൻപുറത്ത് അങ്ങനെ കാണാൻ സാധിക്കില്ലല്ലോ. നമ്മൾ സൂവിലല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ യഥാർത്ഥത്തിൽ
കാട്ടിൽ വസിക്കുന്ന മാനുകളെ ശ്രദ്ധിച്ചാൽ അറിയാം, മധുരമായിട്ടുള്ള ശബ്ദങ്ങൾ എന്ത് കേട്ടാലും അവരവിടെ സ്തംഭിച്ച് നിന്നു പോകും. അതായത് മാനിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശക്തി എന്താ? അതിൻ്റെ വേഗമാണ്, അല്ലേ? മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതിനാകെ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന് വേഗത്തിൽ പായുക, 2 കൊമ്പുള്ള മാനാണെങ്കിൽ കൊമ്പ് കൊണ്ട് ആക്രമിക്കുക. ഇതല്ലാതെ മാനിന് മറ്റൊരു ജീവിയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പം മാനിൻ്റെ ഏറ്റവും വലിയ കഴിവ് വേഗത്തിൽ പറക്കുക എന്നുള്ളത്, വേഗത്തിൽ ഓട്ടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ മധുരമായതോ ഭയപ്പെടുത്തുന്നതോ ആയതോ ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മാന് സ്തംഭിച്ചു പോകും, അന്തം വിട്ടങ്ങ് നിന്നു പോകും. അപ്പം ശബ്ദം കേൾക്കുന്നതിലൂടെ ആ ശബ്ദത്തിലേക്ക് ഇൻട്രസ്റ്റഡ് ആകുന്ന മാൻ തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ലൈഫ് റിസ്കിംഗ് ആണ് ശബ്ദം കേൾക്കുമ്പോൾ മാൻ കുടുങ്ങിപ്പോകുന്നത്. അപ്പം മാനുകൾ അങ്ങനെ നശിക്കുന്നു. ശബ്ദം കേട്ട് അതിനോട് അട്രാക്റ്റഡ് ആയിട്ട് മാനുകൾ നശിച്ചു പോകുന്നു. മാതംഗ, ആനയെ പറ്റി പറയുമ്പോൾ ആനയ്ക്ക് സ്പർശനമാണത്ര രസം. ഏറ്റവും സുഖം ആനയ്ക്ക് സ്പർശിക്കലാണ്. ഇപ്പം എങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരും? ഇപ്പോൾ ഈ ബഷീറിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ലോകത്തിലെല്ലാവർക്കും വട്ടച്ചൊറി വന്നാൽ എന്ത് രസമായിരിക്കുന്നത്. ഈ വട്ടച്ചൊറി എന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി വരുന്ന ഭാഗമാണ്. അപ്പോൾ ലോകത്തിലെല്ലാവർക്കും വട്ടച്ചൊറി വന്നാൽ എന്ത് രസമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചൊറിച്ചിൽ തോന്നുന്ന സ്ഥലത്ത് ചൊറിയുമ്പോൾ കിട്ടുന്ന സുഖം, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നൊക്കെ പറയുമ്പോൾ, ആ ചൊറിയുന്ന സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളുടെ തല ചൊറിയുന്നുണ്ടെന്ന് എന്ന് വിചാരിച്ചേ. ഇപ്പോൾ പലർക്കും തല ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ടാവും, എനിക്ക് വരെ തുടങ്ങി. ആ തല ചൊറിച്ചിൽ എന്ന അനുഭവത്തോട് പ്രതികരിക്കാതിരിക്കുക, ചൊറിയരുത്, അനങ്ങാതിരിക്കുക. എത്ര നേരം ഇരിക്കാൻ പറ്റും? ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുമല്ലേ? അതേസമയം ആ ചൊറിയുന്ന ഭാഗം ഒന്ന് ചൊറിഞ്ഞു കൊടുത്താലോ, സമാധാനം, തൃപ്തിയായി. അപ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് തന്നെ ചെറിയ ചൊറിച്ചിലുകൾ വരുമ്പോൾ ഒന്ന് ചൊറിഞ്ഞ് കിട്ടിയാൽ വലിയ സമാധാനമായി, വലിയ സന്തോഷമായി. അപ്പോൾ ആനയുടെ ശരീരത്തിൽ ചൊറിച്ചിൽ തോന്നിയാലോ? ആനയുടെ തൊലിക്ക് കട്ടി കൂടുതലാണ്, അപ്പോൾ വലിയ ശരീരമാണ്. അപ്പോൾ വലിയ ചൊറിച്ചിലുണ്ടായാൽ ആന എന്ത് ചെയ്യും? ആനയ്ക്ക് കൈയില്ലല്ലോ. ഇപ്പം നമ്മൾ തല ചൊറിയണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് ചൊറിയും. ആന എന്ത് ചെയ്യും? ആനയുടെ കാല് തലയുടെ മുകളിൽ വെച്ച് ചൊറിയാൻ പറ്റുമോ? ഇല്ല. അപ്പം ആന പാറപ്പുറത്തോ മരത്തിലോ കൊണ്ടുപോയിട്ട് തലയിട്ട് ഇങ്ങനെ ഉരയ്ക്കും. അപ്പോൾ ഈ ചൊറിച്ചിലിൻ്റെ സമയത്ത് ആ ചൊറിച്ചിൽ മാറും വരെ ഉരയ്ക്കാനോ ചൊറിയാനോ ഒക്കെ ഭയങ്കര സുഖമാണ്, അല്ലേ? ചൊറിച്ച് കഴിയുമ്പോഴോ അവിടെ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും, ചോര വന്നിട്ടുണ്ടാവും. ഈ വട്ടച്ചൊറി എന്ന് പറഞ്ഞ ബഷീർ പറഞ്ഞ ഉദാഹരണം ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. വട്ടച്ചൊറി വന്ന ആൾക്കാർ അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ചൊറിയുമ്പോൾ നല്ല സുഖമായിരിക്കും. ചൊറിഞ്ഞ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ആ ഭാഗത്തിൽ തോല് മുഴുവൻ പോയിട്ടുണ്ടാവും. ആനയ്ക്കും അതുപോലെയാണ് സ്പർശനത്തോട്. ഈ പാറപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഉരയ്ക്കുക, മരത്തിൽ ഇങ്ങനെ ഉരയ്ക്കുക, ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ എന്താണ്, ആ സുഖത്തിന് വേണ്ടിയിട്ട് തൻ്റെ തോല് പൊളിഞ്ഞു പോയത് പോലും ആന കണക്കാക്കില്ല. തോല് പൊളിഞ്ഞു പോയാൽ വല്ലാത്ത വേദനയാണ്. ആ വേദന ആ സുഖത്തിൻ്റെ സമയത്ത് ഓർമ്മ വരില്ല, സുഖിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് വേദന അനുഭവിക്കും. ഇങ്ങനെ ആനകൾ സ്പർശനത്തിനോടുള്ള ആഭിമുഖ്യം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു. മൂന്നാമത്തെ ടീം പതംഗങ്ങളാണ്, ഈയാമ്പാറ്റകളാണ്. ഈയാമ്പാറ്റകളുടെ പ്രത്യേകത എന്താ? അവരെവിടെയാണ് താമസം? ഒരു മണ്ണിനടിയിലാണ് താമസം. മണ്ണിനടിയിൽ ചെറിയ പുഴുക്കളായിട്ട് ആണ് ഇവർ താമസം. പക്ഷെ ഇവർക്ക് ചിറകുകൾ വളർച്ചയ്ക്കനുസരിച്ച് ലഭിക്കുകയും ആ ചിറക് ലഭിച്ചാൽ ഇവർക്ക് സ്വാതന്ത്ര്യം, പിന്നെ പറന്ന് കിടക്കാം. ഇത്രയും കാലം ഇങ്ങനെ എഴഞ്ഞു പോയതല്ലേ, ഇനി പറക്കാം. അങ്ങനെ പറന്ന് കഴിയുമ്പോൾ, കുറച്ച് ദൂരം പറന്ന് കഴിയുമ്പോൾ ആദ്യം എന്ത് കാണും? വാവ്, ഫയർ, തീ കണ്ടു. അപ്പോൾ തീ കണ്ട് എന്ത് ചെയ്യും? പാറ്റ ഇരുട്ടത്ത് തീ കണ്ടാൽ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ആ തീയുടെ രൂപമൊക്കെ കാണുമ്പോൾ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫയർ. പാറ്റ നേരെ പറന്ന് പോയിട്ട് തീയിൻ്റെ ഉള്ളിൽ കൂടെ ഫയർ ഡാൻസ് ഉള്ളിൽ കൂടെ പോയിട്ട് വരുമ്പോഴായിരിക്കും പുറകിലുണ്ടായിരുന്ന ചിറക് ബാക്കി ഉണ്ടാവില്ല, അത് കരിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലേ? അപ്പം ഈയാമ്പാറ്റ തീയുടെ രൂപത്തിനോട് ആകൃഷ്ടമായിട്ട്, അല്ലാതെ ഇപ്പോൾ തീ ചൂടുള്ളതാണെന്നോ ഒന്നും ഈയാമ്പാറ്റയ്ക്ക് അറിയില്ല. അതിന് എന്താണ് അട്രാക്ട് ചെയ്യുന്നത്? ആ പ്രകാശം, ആ കാഴ്ച, അത് അട്രാക്ട് ചെയ്യുന്നു. ആ കാഴ്ചയ്ക്ക് പുറകെ, അതിൻ്റെ സുഖത്തിന് പുറകെ പോകുന്നു. തീക്കകത്ത് പോയി അത് സ്വയം വെന്ത് മരിക്കുന്നു. അങ്ങനെ പാറ്റകൾ കണ്ണിൻ്റെ ഗുണമാകുന്ന ദൃഷ്ടിയോട് ആഭിമുഖ്യം പുലർത്തുന്നതിലൂടെ നശിച്ച് ഇല്ലാതാകുന്നു. അടുത്ത കാറ്റഗറി മീനുകളാണ്. മീനുകളുടെ കാര്യം ഇതൊക്കെ നമുക്ക് തോന്നും, ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യാൻ ഇങ്ങനെ പറയണമെന്ന് തോന്നും. യഥാർത്ഥത്തിലൊന്ന് ഒബ്സർവ് ചെയ്താൽ അറിയാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? 2 കാര്യങ്ങളാണ് മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഒന്ന് വെറുതെ ഇരിക്കുക, 2 ഭക്ഷണം കഴിക്കുക, അല്ലേ? വെറുതെ ഇരിക്കാൻ എന്ത് സുഖം, അല്ലേ? ഒന്നും അലട്ടാതെ
സുഖമായിരിക്കാൻ കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. അപ്പോൾ ഒന്ന് വെറുതെ ഇരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എത്ര വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, പ്രൊവൈഡഡ് ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അല്ലേ, ഒരു 1.5 മണിക്കൂറിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ വീട്ടിലിരുന്ന് പലരും അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആനുകൂല്യങ്ങളൊക്കെ എക്സ്ട്രാ കിട്ടി തുടങ്ങിയെന്ന് വരെ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഭക്ഷണത്തോട് നമുക്ക് ഭയങ്കര താല്പര്യമാണ്. മീനിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു. മീനിന് പുഴയ്ക്കകത്ത് അല്ലെങ്കിൽ കുളത്തിനകത്ത് അത് താമസിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്കകത്ത് അതിന് കഴിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടാവും അല്ലേ. എന്നാലും മനുഷ്യൻ ചൂണ്ടയിൽ കൊളുത്തിയിടുന്ന ഞാഞ്ഞൂളിന് വേണ്ടിയിട്ട് മീൻ കൊതിക്കും. ആ ഞാഞ്ഞൂളിൻ്റെ രുചി അത് വെള്ളത്തിനടിയിൽ കിട്ടൂല, അത് കരയിൽ വരണതാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ചോക്ലേറ്റ് കൊണ്ടുവരണ പോലെയാണ് പുറത്തുനിന്ന് ഞാഞ്ഞൂൾ കൊണ്ടുവരണത്. അപ്പോൾ അത് കുത്തിയിട്ട് മനുഷ്യൻ ചൂണ്ടയിടും. ആ ഞാഞ്ഞൂളിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് മീൻ വന്ന് അതിന് ചാടി കടിക്കും. എന്താ സംഭവിച്ചത്? മീനിൻ്റെ വായിൽ ഞാഞ്ഞൂളും കയറി, ഒപ്പം ആ മീൻപിടുത്തക്കാരനിട്ട ചൂണ്ടയും കുത്തിക്കയറി. അപ്പോൾ ആ രുചിയോടുള്ള ആഭിമുഖ്യം കൊണ്ട് മീനുകൾ, അത് നമ്മൾ ഈ കാണുന്ന പരലും പോട്ടയൊന്നും അല്ല കേട്ടോ, വമ്പൻ 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 സ്രാവുകളെ പോലും മനുഷ്യന്മാർ പിടിക്കണത് അങ്ങനെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ തീറ്റ ഇട്ട് കൊടുക്കുന്നു, ആ തീറ്റയോട് ആകൃഷ്ടരായിട്ട് മീൻ വന്ന് കൊത്തുമ്പോൾ ചൂണ്ടയിലാണ് കൊടുക്കുന്നത്. രുചിയോട് ആകൃഷ്ടരായിട്ട്, നാവിൻ്റെ ഗുണമാകുന്ന രുചിയോട് ആകൃഷ്ടരായിട്ട് മീനുകൾ മരിച്ചു പോകും, നശിച്ചു പോകും. അവസാനത്തേത് വണ്ടുകളാണ്. വണ്ടുകൾ എങ്ങനെയാണ് നശിക്കണേ എന്നാണെങ്കിൽ മണത്തിനോടാണ് ഇവർക്ക് താല്പര്യം അല്ലേ. തേനിൻ്റെ മണം തപ്പിയിട്ടാണ് വണ്ടുകൾ നടക്കുന്നത്. അല്ലാതെ നമ്മൾ പൂ മണത്ത് നോക്കുമ്പോൾ കിട്ടുന്ന മണമല്ല ഇവരെ ആകൃഷ്ടരാക്കുന്നത്, തേനിൻ്റെ മണമാണ് ഇവരെ മതിപ്പിക്കുന്നത്. അങ്ങനെ തേനിന് പുറകെ വണ്ടുകളുടെ യാത്രയാണ്. അങ്ങനെ പറന്നു നടക്കും, എല്ലായിടത്തും പറന്നു നടക്കും. പക്ഷേ ചെമ്പകപ്പൂവിലെ തേന് വണ്ടുകൾക്ക് വിഷമാണ്. ചെമ്പകപ്പൂവിലെ തേൻ കുടിച്ചാൽ വണ്ട് മരിച്ചു പോകും. അപ്പോൾ തേനിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന വണ്ട് എന്തായി? എല്ലാ പൂക്കളിലും പോയിരുന്നിട്ട് അവസാനം തേനിൻ്റെ മണമടിച്ച് ചെമ്പകപ്പൂവിലും പോയിരിക്കും. ചെമ്പകപ്പൂവിലിരിക്കുന്നതോടുകൂടി അത് മരിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ കുറേ ചെടികളെ കണ്ടിട്ടുണ്ട്, ഇരപിടിയൻ ചെടികളുണ്ട് അല്ലേ. അത്തരം ചെടികളിൽ പോയിരുന്നിട്ട് വണ്ടുകൾ നശിച്ചു പോകും. അപ്പോൾ മണത്തോടുള്ള അവരുടെ ആഭിമുഖ്യം കൊണ്ട് അവർ നശിച്ചു പോകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശബ്ദത്തോടുള്ള ആകർഷണം കൊണ്ട് മാനുകൾ വേദന അനുഭവിക്കുന്നു, സ്പർശത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് ആനകൾ വേദന അനുഭവിക്കുന്നു, രൂപത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് ഈയാമ്പാറ്റകൾ കത്തിച്ചാമ്പലാവുന്നു, രുചിയോടുള്ള ആഭിമുഖ്യം കൊണ്ട് മത്സ്യങ്ങൾ ചൂണ്ടകളിൽ കുടുങ്ങുന്നു, മണത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് സ്വയം വിഷം വരിച്ച് വണ്ടുകൾ ചത്തുവീഴുന്നു. അതുകൊണ്ട് തന്നെ കുരങ്ക, മാതങ്ക, പതങ്ക, മീന, ഭൃങ്കാഹ, ഈ മാൻ, ആന, ഈയാമ്പാറ്റ, മീൻ, വണ്ട്, ഇത്രയും ജീവികൾ, ഈ പഞ്ചജീവികൾ സ്വഗുണേന ബദ്ധാഹ, സ്വന്തം താല്പര്യം കൊണ്ടാണ് അല്ലേ. മാനിന് ശബ്ദത്തോട് താല്പര്യം, ആനയ്ക്ക് സ്പർശത്തോട് താല്പര്യം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗുണത്തോട് അവർക്കുള്ള അധിക ആഭിമുഖ്യം കൊണ്ട്. ഇപ്പം മാനിന് രുചി അറിയില്ലേ? രുചി അറിയാം. മാനിന് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ മറ്റു 4 ഗുണങ്ങളെക്കാളും കൂടുതൽ താല്പര്യം ഒന്നിനോടാണ് ഈ ജീവികൾക്ക്. ആ അമിത താല്പര്യം കൊണ്ട്, മറ്റുള്ളവയോടുള്ള താല്പര്യത്തിൽ നിന്ന് അമിതമായിരിക്കുന്ന ഏതെങ്കിലും ഒന്നിലുള്ള സവിശേഷ ആഭിമുഖ്യം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ജീവികളെല്ലാം പഞ്ചത്വം ആപുഹു. പഞ്ചത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ആയി തീരുന്നു എന്നർത്ഥം. 5ആയി തീരുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാവുന്നത് തന്നെ പഞ്ചഭൂതങ്ങളെ ഒന്നിപ്പിച്ചിട്ടാണ്. പഞ്ചഭൂതങ്ങളുടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ കൊണ്ടുണ്ടായതാണ് ഈ ശരീരം. ആ സാധനം വീണ്ടും പഞ്ചഭൂതങ്ങളായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം മണ്ണായിട്ട് മാറും, നമ്മുടെ കാറ്റ്, പ്രാണൻ പുറത്തേക്ക് പോകും. അങ്ങനെ 5ഉം 5ആയിട്ട് തീരും. ഇങ്ങനെ മനുഷ്യൻ 5ആയി തീരുന്നതിനാണ് മരണം, പഞ്ചത്വപ്രാപ്തി എന്ന് പറയുക. 5ആയി തീരുക, പഞ്ചഭൂതങ്ങൾ വിഘടിച്ച് പോയി മനുഷ്യൻ മരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഇതേപോലെ ഈ ജീവികളും ഏതെങ്കിലും ഒരു ഗുണത്തിൻ്റെ അമിത പ്രഭാവം കൊണ്ട് ഏതെങ്കിലും ഒരു ഇന്ദ്രിയ വിഷയത്തിൽ അമിത ആഭിമുഖ്യം കാണിച്ച് നശിച്ചു പോകുന്നു. അപ്പോൾ മനുഷ്യൻ്റെ കാര്യം, ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നിലാണോ മനുഷ്യന് എക്സ്ട്രാ ഇൻട്രസ്റ്റ്? നമുക്ക് നല്ല ശബ്ദം കേൾക്കാൻ നമുക്ക് നല്ല രസമല്ലേ? എത്ര നേരം വേണമെങ്കിൽ ഞാൻ പാട്ട് കേട്ടിരിക്കും അല്ലേ, കേട്ടുകൊണ്ടേയിരിക്കും. ചൊറിച്ചിൽ, നേരത്തെ പറഞ്ഞ പോലെ ചൊറിച്ചിലെന്നല്ല, സ്പർശനത്തോടുള്ള സുഖം, അത് ഭയങ്കര സുഖമാണ്. അതിൻ്റെ പുറകെ എങ്ങനെ നടക്കും ആൾക്കാർ. അത് കഴിഞ്ഞാലോ രൂപത്തിനോടുള്ള മനുഷ്യൻ്റെ ആക്രാന്തം പറയാൻ വയ്യ. സ്വന്തം രൂപം സംരക്ഷിക്കാനും മറ്റുള്ളവരുടെ രൂപം കണ്ട് അസൂയപ്പെടാനും മറ്റുള്ളവരുടെ രൂപം കണ്ട് ആകർഷിക്കപ്പെടാനും ഒക്കെ മനുഷ്യന് ഭയങ്കര താല്പര്യമാണ്.
രസം, രുചിയെപ്പറ്റി പറയാനുണ്ടോ? എത്ര തവണ നമ്മളൊരു ദിവസം ഭക്ഷണം കഴിക്കണേ? എന്തൊക്കെയാണ് നമ്മളൊരു ദിവസം കൊണ്ട് കഴിച്ചു കൂട്ടണേ? മനുഷ്യന് ഇങ്ങോട്ട് നമ്മളെ കൊല്ലാത്ത എല്ലാത്തിനെയും നമ്മൾ പിടിച്ച് തിന്നും അല്ലേ? എല്ലാത്തിനെയും നമ്മൾ പിടിച്ച്, മനുഷ്യൻ കൊന്നു തിന്നാത്തായിട്ട് ഇനി ഒന്നും ബാക്കിയില്ല. എല്ലാത്തിനെയും നമ്മൾ തിന്നുന്നുണ്ട്. മൂർഖമ്പാമ്പിനെ വരെ വെച്ച് തന്നവരുണ്ട്. പുലിയെ കറി വെച്ച് തിന്നു ഇടുക്കിയിൽ. ആലോചിച്ച് നോക്കി മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു. മനുഷ്യൻ എന്തിനെ തിന്നാത്തെ? രസത്തിൽ അമൃതമായ ആകർഷണം, ഗന്ധം. നമ്മൾ സെൻ്റ് അടിക്കണല്ലേ? എന്ത് ജാതി അത്തറയ്ക്ക് ഓരോരുത്തർ പൂശിക്കൊണ്ടുവരിക. ലക്ഷങ്ങൾ വിലകൾ അത്തറ ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്പർശത്തെ പറ്റി പറഞ്ഞപ്പോൾ അതേപോലെ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഭയങ്കര സ്പർശം എന്ന് ഞാൻ പറഞ്ഞു, അത് സുഖമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഒരു തൂവലെടുക്കുക, വീട്ടിൻ്റെ പുറത്തുനിന്നൊരു തൂവലെടുക്കുക. ആ തൂവലിൻ്റെ എല്ലാം കളഞ്ഞിട്ട് അവസാനം കുറച്ച് മാത്രം ബാക്കിയാക്കുക. എന്നിട്ട് അതിനെ ചെവിയിലിട്ടിട്ട് ഇങ്ങനെ കുടയുക. എന്ത് സംഭവിക്കും? നല്ല സുഖമല്ലേ? എന്താ കാര്യം? അതുപോലെ ഹെയർ മസാജർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനം കിട്ടില്ലേ ഇങ്ങനെ, അതുകൊണ്ട് തലയിൽ ഇങ്ങനെ ആക്കുക. എന്താ? സ്പർശത്തിന് സുഖമുണ്ട്, നല്ല സുഖമാണ് സ്പർശത്തിന്. ഈ ചെവിയിൽ ഇട്ടിരിക്കുന്ന ബഡിൻ്റെ ഒക്കെ ഇൻഡസ്ട്രി ഇൻ്റർനാഷണലി വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതൊരു വലിയ വ്യവസായമാണ്. മനുഷ്യൻ്റെ സുഖത്തെ വിറ്റ് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുണത്തോട് അമിതമായ ഇൻട്രസ്റ്റ് കാണിക്കുന്നതിലൂടെ ഇക്കണ്ട ജീവികളെല്ലാം നശിക്കുന്നു എന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. മാന് നശിക്കുന്നതിനൊരു ഗുണം കാരണമാവുന്നു, ആന നശിക്കുന്നതിനൊരു ഗുണം കാരണമാവുന്നു. ഇങ്ങനെ സകല ജീവികളുടെയും നാശത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള അമിതമായ താല്പര്യം കാരണമാണ് എന്നിരിക്കെ 5 വിഷയത്തോടും അമിതമായ താല്പര്യമുള്ള മനുഷ്യന്റെ സ്ഥിതി എന്താ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. പഞ്ചഭിഹി ഇന്ദ്രിയ വിഷയൈഹി, 5 ഇന്ദ്രിയ വിഷയങ്ങളെ കൊണ്ടും അഞ്ചിതഃ അലങ്കരിക്കപ്പെട്ടവനാകുന്ന നരഹ മനുഷ്യ കിം പുനഃ, മനുഷ്യൻ്റെ കാര്യത്തിൽ പിന്നെ എന്താ പറയാനുള്ളത്? ഏതെങ്കിലും ഒന്നിൽ ഇൻട്രസ്റ്റഡ് ആയാൽ തന്നെ എൻറ്റയർ ആ കമ്മ്യൂണിറ്റി തന്നെ ഇല്ലാതാവുന്നു. ആ കൂട്ടത്തിൽപ്പെടുന്ന എല്ലാ ജീവികളും ഒരേപോലെ നശിക്കുന്നു. ഏതെങ്കിലും ഒന്നിൽ ഇൻട്രസ്റ്റഡ് ആയപ്പോൾ തന്നെ 5 എണ്ണമുള്ള മനുഷ്യൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു. ഈ സിമ്പിളായിട്ട് നമുക്ക് നശിക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണ് പറഞ്ഞു തന്നത്. താത്പര്യാർത്ഥ ഹരിണ ഗജ ശലഭ മത്സ്യ ഭ്രമരാഹ ശബ്ദാദിഭിഃ ഗുണൈഃ ബദ്ധാഃ മരണം പ്രാപ്താഃ ഭവന്തി. ഹരിണാഃ ഗജാഃ ശലഭാഃ മത്സ്യാഃ ഭ്രമരാഃ ച ശബ്ദാദിഭിഃ ശബ്ദസ്പർശ രൂപരസ ഗന്ധൈഃ ഗുണൈഃ ബദ്ധാഃ തൈഃ ആസക്താഃ സന്തഃ മരണം പ്രാപ്താഃ ഭവന്തി. മരണം പ്രാപ്നുവന്തി തേ, അവർ മരിച്ചു പോകുന്നു. മനുഷ്യഃ തോ പഞ്ചേന്ദ്രിയൈഃ ശബ്ദാദിഭിഃ ഗുണൈഃ ച നിതരാം ആസക്തഃ ഭവതി. മനുഷ്യനാകട്ടെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആ 5 ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങളെ കൊണ്ടും നിതരാം വളരെയേറെ ആസക്തിയുള്ളവനാണ്, താല്പര്യമുള്ളവനാണ്. ഏകേന ഗുണേന ആകൃഷ്ടാഃ തേ ജന്തവഃ മ്രിയന്തെ. ഒറ്റ ഗുണം കൊണ്ട് ആകർഷിക്കപ്പെട്ട ആ ജന്തുക്കൾ മരിച്ചു പോകുന്നു എന്നിരിക്കെ പഞ്ചഭിഃ വിഷയൈഃ ആകൃഷ്ടസ്യ മനുഷ്യസ്യ അവസ്ഥാ കിമു വക്തവ്യ. 5 വിഷയങ്ങളെ കൊണ്ടും ആകർഷിക്കപ്പെട്ടവനായിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി കിമു വക്തവ്യ, എന്താണ് പറയാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ 5 ഇന്ദ്രിയ ഗുണങ്ങളെ കൊണ്ടും ബദ്ധനായിക്കൊണ്ട് നാശത്തെ പ്രാപിക്കുന്നു. എന്ത് വേണം? 5 ഇന്ദ്രിയങ്ങളെയും ഉണർത്തി വെച്ചുകൊണ്ട് 5 ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അറിവിനെ മനുഷ്യന് ഫിൽട്ടർ ചെയ്യാൻ പറ്റണം, സ്ക്രീൻ ചെയ്യാൻ പറ്റണം. എന്ത് ഞാൻ സ്വീകരിക്കണം, ഏതാണ് എനിക്ക് ആവശ്യമുള്ളത് എന്ന് വ്യക്തമായി സ്ക്രീൻ ചെയ്യാൻ പറ്റിയാൽ മനുഷ്യന് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിനാണ് ഈ യോഗസ്ഥിതിയൊക്കെ പലരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് 4ാമത്തെ ആ പ്രധാനപ്പെട്ട വലിയ ശ്ലോകത്തിൻ്റെ ആശയം. ശബ്ദാദിഭിഃ പഞ്ചഭിരേവ പഞ്ചത്വമാപുഃ സ്വഗുണേന ബദ്ധാഃ കുരങ്ക മാതംഗ പതംഗ മീന ഭൃംഗാഃ നരഃ പഞ്ചഭിരഞ്ജിതഃ കിം. ഈ ശ്ലോകത്തിൻ്റെ ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ശ്ലോകവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പ്രവർത്തനം നിങ്ങൾക്ക് നൽകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ടതും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നതുമാകുന്നൊരു ശ്ലോകമായതുകൊണ്ട് ഈ ശ്ലോകത്തിൻ്റെ ആശയം ഒരു വോയിസ് മെസ്സേജായിട്ട് എനിക്ക് തിരിച്ച് പറഞ്ഞു തരണം. എല്ലാവരും ഒരു വോയിസ് മെസ്സേജായിട്ട് അതെനിക്ക് അയച്ചു തരണം. നോട്ട് ഷെയർ ചെയ്യുന്നത് പോലെ വോയിസ് മെസ്സേജ് ഷെയർ ചെയ്യരുത്. ആൺകുട്ടികളുടെ ശബ്ദം പെൺകുട്ടികളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. പഠന പ്രവർത്തനാനി ശ്ലോകാനാം കക്ഷായാം സസ്വരം ആലപനം കുരുത്ത. ക്ലാസ്സുകളിൽ ശ്ലോകം ഉറക്കെ വായിക്കാനാണ്. അതിന് പകരം നിങ്ങൾക്കത് വീടുകളിൽ വായിക്കാം, ഉറക്കെ തന്നെ വായിക്കുക. നൂതന പദങ്ങൾ, ഇതിൽ നിന്ന് കണ്ടെത്തുന്ന പുതിയ പദങ്ങൾ കണ്ടെത്തിയിട്ട്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത പദങ്ങൾ കണ്ടെത്തി അത് നിങ്ങളുടെ ശബ്ദകോശത്തിൽ രേഖപ്പെടുത്തുക. പാഠഭാഗസ്ഥാനി സംശ്ലിഷ്ട പദാനി, നമ്മൾ സാധാരണ ശ്ലോകങ്ങൾക്ക് ചെയ്തു വരാറുള്ള പോലെ
ഈ ശ്ലോകങ്ങളുടെ അന്വയം, ആശയം മുതലായവ എഴുതുന്നതിനോടൊപ്പം പദച്ഛേദവും കൂടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒപ്പം മനുഷ്യാണാം ഉപഭോഗതൃഷ്ണയ പ്രകൃതി ദൂഷണം വിഭവനാശനം ച സമ്പദ്യത്തെ ഏതയോഹോ നിവാരണാർത്ഥം ഇന്ദ്രിയ സംയമനസ്യ ആവശ്യകത ഇത് വിഷയ സങ്കോഷ്ഠ്യം ചാലയത്. മനുഷ്യൻ്റെ ആക്രാന്തം കൊണ്ട്, നമ്മൾ ആക്രാന്തമുള്ളവരാണല്ലോ, അതുകൊണ്ട് ലോകത്ത് ഒരുപാട് നാശം സംഭവിക്കുന്നു, വിഭവങ്ങൾ ഇല്ലാതാവുന്നു, പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ഒരു സങ്കോഷ്ഠിയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു സെമിനാറാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിനുള്ള സാഹചര്യം നിലവിലില്ലാത്തതുകൊണ്ട് നമുക്കത് ഒരു കുറിപ്പ് തയ്യാറാക്കി സൂക്ഷിക്കാം. മനുഷ്യ പശു സഹവർത്തിത്വസ്യ ഏകം ഹൃദയസ്പർശി വിഭിത്തിപത്രം പത്രികാം അവലംബ്യ ആരചയത. നമുക്ക് ഒരു പോസ്റ്റർ മേക്കിംഗ്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരുമയുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ മേക്കിംഗ് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ തത്വാമൃത ബിന്ദവഃ എന്ന ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. പാഠഭാഗം വ്യക്തമായി പഠിക്കുക, നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. വാർത്തകളിൽ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പബ്ലിക് പരീക്ഷ തന്നെ ഉണ്ടാവും എന്നുള്ള സൂചന കിട്ടുന്നുണ്ട്. പക്ഷേ സാഹചര്യവശാൽ ഗവൺമെൻറ് മാറി വരികയോ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ തീരുമാനങ്ങൾ മാറ്റപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. കൊറോണയുടെ സാഹചര്യം പതുക്കെ അകലുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ വീണ്ടും പഴയ രീതിയിലേക്ക് ആവുകയാണെങ്കിൽ ഇനിയൊരു അഡ്മിഷനോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. യു ആർ ഓൾറെഡി എൻറോൾഡ് അല്ലേ, നിങ്ങളിപ്പോൾ തന്നെ റോളിലുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തുടങ്ങുന്നതിന് ഒരു സ്കൂളുകൾക്ക് തടസ്സമില്ല. +2 അല്ലെങ്കിൽ +1 കണ്ടിന്യൂസ് ബാച്ച് ആയതുകൊണ്ട് തടസ്സങ്ങളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പഠിക്കുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ, അതങ്ങ് ഭംഗിയായി ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു പാഠവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും രാം രാം.